ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സുനിൽ പരമേശ്വരൻ എഴുതിയ മാടൻ കൊല്ലി എന്ന മാന്ത്രിക നോവലാണ് പറയാൻ പോകുന്നത്. വായോ പോകാം. കരിമ്പനകളും സാലഭഞ്ജികകളും കാവൽ നിൽക്കുന്ന ചെമ്പുള്ളി മന. അമാവാസ്യയുടെ കരിപിടിച്ച ഇരുട്ടിൽ മനയുടെ മുറ്റത്ത് നിവർന്നു നിൽക്കുന്ന ദേവദത്തൻ നരസിംഹം. നഗരത്തിലെ വമ്പൻ ബിസിനസ്സുകാരും രാഷ്ട്രീയ നേതാക്കളും ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന അത്ഭുത ജന്മം. കഷ്ടിച്ച് 32 വയസ്സ് വരും. ഏതു പെണ്ണും ഒറ്റ നോട്ടത്തിൽ ഭ്രമിച്ചു പോകുന്ന അമാനുഷിക സൗന്ദര്യം. അതാണ് ദേവദത്തൻ നരസിംഹൻ. ചെമ്പുള്ളിയിലെ പ്രസിദ്ധമായ സർപ്പപ്പുറ്റിനടുത്ത് നിൽക്കുന്ന പാലമരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ദേവദത്തൻ. ചെമ്പുള്ളി മനയുടെ ഐശ്വര്യമാണ് പാലമരത്തിലെ മനയക്ഷി. നിലവറയ്ക്കുള്ളിലെ നിലക്കണ്ണാടിയിൽ എത്ര തവണ അവളെ ആവാഹിച്ചു കണ്ടിരിക്കുന്നു. അവളോട് താരതമ്യപ്പെടുത്താൻ ഒരാളെയുള്ളൂ ഈ ഭൂമിയിൽ, തന്നോടൊപ്പം കളിച്ചു വളർന്ന നീലാംബരി. സാത്വിക വേഷം ഉപേക്ഷിച്ച് താൻ ആഭിചാര കർമ്മത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിച്ച നീലാംബരി തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ ഇപ്പോൾ തന്നെ വെറുക്കുന്നു. ജന്മം നൽകിയ തൻ്റെ പിതാവിൻ്റെ ചോര കണ്ടേ തൻ്റെ ഉപാസനമൂർത്തിയായ കരിങ്കാളിക്ക് തൃപ്തി വരൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉമ്മറത്തെ ചാരികസേരയിൽ മയങ്ങിക്കിടന്ന പിതാവിൻ്റെ തല വാൾ കൊണ്ട് വെട്ടിനുറുക്കിയ മകൻ, അതാണ് ദേവദത്തൻ നരസിംഹൻ. അകത്തേക്ക് നോക്കി ദേവദത്തൻ വിളിച്ചു, വേലൂട്ടി. ദേവദത്തിന് വേണ്ടി ജീവൻ കളയാൻ പോലും മടിയില്ലാത്ത ആശ്രിതനാണ് വേലൂട്ടി. ദേവദത്തൻ്റെ വിളി കേട്ട് അകത്തു നിന്നും കോടാലിയുമായി ഇറങ്ങി വരുന്ന വേലൂട്ടി. സന്ധ്യ കഴിഞ്ഞ് ചിലന്തി ദേവതയ്ക്ക് മുമ്പിൽ പൂജിച്ചെടുത്ത കോടാലി. 13 വെട്ടിന് പാലമരം മുറിഞ്ഞു വീഴണം. സുന്ദരിയായ മനയക്ഷി ഈ ചെമ്പുള്ളി മനയിൽ ഗതി കിട്ടാതെ അലഞ്ഞ് തനിക്ക് മുൻപിൽ അഭയം തേടണം. യക്ഷിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദേവദത്തനെ കാക്കാൻ അവളുണ്ടാകും. യക്ഷികളെ രതികർമ്മത്തിന് സങ്കല്പിച്ചാൽ വംശനാശമാകുന്നു. പക്ഷേ ആഭിചാര കർമ്മത്തിന് അത് ഉത്തമമാണ്. കടുത്ത വ്രതനിഷ്ഠ കൊണ്ടും കഠിനമായ തപസ്സുകൊണ്ടും നേടിയെടുത്ത സിദ്ധി. ഇന്ന് അമാവാസ്യയാണ്. സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന പാലമരം താൻ ഇന്ന് ചെമ്പിള്ളിയുടെ മണ്ണിൽ വീഴ്ത്തും. ദൃഢനിശ്ചയത്തോടെ പാലമരത്തിനടുത്തേക്ക് നടന്നു ദേവദത്തൻ നരസിംഹം. പിന്നാലെ കോടാലിയുമായി വേലൂട്ടിയും. സർപ്പപ്പുറ്റിൽ നിന്നും സർപ്പം പുറത്തേക്ക് വന്നു. അത് ഫണമുയർത്തി നിന്നു. ദേവദത്തൻ്റെ കാന്തശക്തിയുള്ള നോട്ടത്തിന് മുൻപിൽ അത് പത്തി താഴ്ത്തി ഇഴഞ്ഞുപോയി. കോടാലി കയ്യിലേക്ക് വാങ്ങി. ഇടിമുഴങ്ങി. പ്രകൃതി സംഹാര താണ്ഡവമാടുന്ന പോലെ ഇളകി മറിഞ്ഞു. പാലമരത്തിലേക്ക് ഉയർന്ന കോടാലി ആരോ പിന്നിലേക്ക് പിടിച്ചു. ദേവാ. ആ വിളിയിൽ ദേവദത്തന് മനസ്സിലായി, അമ്മ ദേവയാനി. നശിച്ചവനെ, ഈ വംശം നശിപ്പിച്ച നീ അടങ്ങൂ. പെറ്റമ്മയാ പറയണേ, ഈ ചെയ്യുന്ന പാപത്തിനൊക്കെ നീ അനുഭവിക്കും. മരണം കിട്ടാതെ ഈ മണ്ണിൽ നീ ഭ്രാന്ത് പിടിച്ചലയും. ദേവയാനി പറഞ്ഞത് ദേവദത്തിന് താങ്ങാനായില്ല. അവൻ അമ്മയെ പിന്നിലേക്ക് തള്ളി. മലർന്നു വീണ് അമ്മയുടെ നെഞ്ചിന് നേരെ കാലുയർത്തി. അടുത്ത നിമിഷം ആ കാലിലേക്ക് കടന്നു പിടിച്ച് യാചിച്ചു വേലൂട്ടി, അരുത് ദേവട്ട, അരുത്. ഒരു പ്രതിമ കണക്കെ നിശ്ചലനായി നിന്നു ദേവൻ. വേലൂട്ടി പിടിവിട്ട് ദേവയാനി അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മ വന്നാട്ടെ. കണ്ണീർ പൊഴിച്ചു നടന്നു അമ്മ. എന്നിട്ടും ദേവദത്തിന് നേരെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം ദേവയാനി ഇപ്പോൾ താമസിക്കുന്നത് അറപ്പുരയിലാണ്. അമ്മയെ അറപ്പുരയിലാക്കി വേലൂട്ടി തിരിച്ചു നടന്നപ്പോൾ പാലമരത്തിൻ്റെ ചുവട് മുറിക്കുന്ന ശബ്ദം കേട്ടു. കനത്ത മഴയുടെ ആരവം. പാലമരച്ചുവട്ടിലെത്തിയപ്പോൾ ചോരയിൽ കുളിച്ചു നിന്ന് ആഞ്ഞാഞ്ഞു വെട്ടുന്നു ദേവേട്ടൻ. പാലമരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്നത് പാലക്രയല്ല, പകരം ചോരയാണ്. ഒരു കൊടും കൊള്ളിയാൻ ചെമ്പുള്ളിയുടെ മണ്ണിൽ വീണതും പാലമരം മുറിഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. മഴ ഇരമ്പി വീണു. മരച്ചിലുകളിൽ നിന്ന് ഒരു പുകപടലമുയർന്നു. ആ പടലത്തിനുള്ളിൽ കണ്ടു സർപ്പഗന്ധികളെ അസൂയപ്പെടുത്തുന്ന മനയക്ഷി. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത സുന്ദരി എന്ന പ്രതിഭാസം. ഗന്ധർവനുമായി ചേർന്നുകൊണ്ടിരുന്ന സമയത്താണ് ദേവദത്തൻ ആ പാലമരം ചുവടെ വെട്ടിമാറ്റുന്നത്. ദേവദത്തിന് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞതിന് ശേഷം യക്ഷി അവിടെ നിന്നും ഒരു പുകമറയായി മറഞ്ഞുപോയി. അതേസമയം ഇങ്ങ് നാഷണൽ ഹൈവേയിൽ സംശയം തോന്നുന്ന വാഹനങ്ങൾ കൈകാട്ടി പരിശോധന നടത്തുകയാണ് നീലാംബരിയുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം. സിറ്റി കമ്മീഷണറായി ചാർജ് എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഗുണ്ടകളും പിടികിട്ടാപ്പുള്ളികളും അടക്കം 10-20 പേർ അകത്തായി. നീലാംബരിയെ കണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ സത്യശീലൻ ഓർത്തു, ശരിക്കും എന്തൊരു ധൈര്യമാണ് അവർക്ക്. അഴിഞ്ഞു വീണാൽ കണങ്കാൽ വരെ കിടക്കുന്ന തലനാരുകൾ എങ്ങനെ ഇവർ ഈ തൊപ്പിക്കുള്ളിൽ ചുരുട്ടി വെക്കുന്നു? പണ്ട് നോവലിലും കഥകളിലുമൊക്കെ സർപ്പസൗന്ദര്യമെന്ന് വായിച്ചിട്ടേ ഉള്ളൂ. ആ കഥാപാത്രങ്ങളെ നേരിൽ കണ്ട പോലെയുണ്ട്. തിളങ്ങുന്ന കണ്ണുകളും
ഒതുങ്ങിയ ഒത്ത ശരീരവും. ഭൂമിയിൽ ഇങ്ങനെയും പെണ്ണുങ്ങളെ സൃഷ്ടിക്കുമോ ദൈവം? അടുത്തേക്ക് വന്ന CI രഘുനാഥ് ചോദിച്ചു. എപ്പോൾ തീരും സാർ ഇന്നത്തെ ഈ കുരിശ്? സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്ന സത്യശീലൻ പറഞ്ഞു. എടോ, അവരുടെ മനസ്സ് ആർക്കറിയാം? എൻ്റെ മനസ്സ് പറയുന്നത് അവർ ആരെയോ കാത്തു നിൽക്കുകയാണ്. വല്ലോ മെസ്സേജും കിട്ടിക്കാണും. ഈ നീലാംബരി ആരാണെന്നറിയുമോ? മാന്ത്രിക പൂജയും സർപ്പാനുഗ്രഹവും കൊണ്ട് ശക്തി നേടിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പുള്ളി മനയിലെ പെണ്ണ. ഇവരുടെ ജന്മത്തെക്കുറിച്ച് തന്നെ കഥകൾ പലതും പറയുന്നുണ്ട് നാട്ടാർ. അവിടെ പ്രസിദ്ധമായ ഒരു യക്ഷിപ്പാലയുണ്ടത്രേ. അതിൻ്റെ ചുവട്ടിൽ ഒരു സർപ്പപ്പുറ്റും. കുട്ടികൾ ഉണ്ടാകാതിരുന്ന ഒരു കാരണവർക്ക് യക്ഷി പ്രസാദിച്ച് പാലമരച്ചുവട്ടിൽ നിന്നും ഇവരെ കിട്ടിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ചെക്കിംഗ് മതിയാക്കി എല്ലാവരും തിരിച്ചു പോവുകയാണ്. അങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന നീലാംബരി റോഡിന് മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. വണ്ടി നിർത്തി. പെൺകുട്ടി ഡോറിനടുത്തേക്ക് ഓടിയെത്തി. മാഡം, ഒന്ന് സഹായിക്കണം. ഇത് ഈ താഴത്തെ എൻ്റെ ഇല്ലമാണ്. ചേട്ടൻ ഇവിടെയുള്ള സർപ്പസത്രത്തിലെ പൂജാരിയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിഷം തൊട്ടു. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണം. അവൾ തൊഴുകൈയോടെ തേങ്ങിക്കരയുകയായിരുന്നു. അങ്ങനെ അവളുടെ കൂടെ ആ ഇല്ലത്തിലേക്ക് നീലാംബരി പോയി. നടപ്പടിയിലേക്ക് കയറുമ്പോൾ പൂമുഖത്ത് ചാരുകസേരയിൽ കിടക്കുന്നു വെളുത്തു തുടുത്ത ഒരു ചെറുപ്പക്കാരൻ. നല്ല തേജസാർന്ന മുഖം. പെൺകുട്ടി റാന്തൽ വിളക്കിൻ്റെ തിരി ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി നീലാംബരി. ഈ റാന്തൽ വെളിച്ചത്തിലും എന്തൊരു സൗന്ദര്യമാണ്! അവൾക്ക് തൻ്റെ ഒരു മുഖഛായയുണ്ടോ? ഏയ് ഇല്ല, വെറുതെ തോന്നിയതാവും. തിരിഞ്ഞ് ചാരുകസേരയിലേക്ക് നോക്കി. ചെറുപ്പക്കാരൻ ചിരിക്കുന്നു. അയാളുടെ മാംസളമായ കവിളുകൾ തുടിക്കുന്നു. വേഗത്തിൽ പുറത്തേക്കിറങ്ങിയ നീലാംബരി. താൻ ചതിയിൽപ്പെട്ടിരിക്കുന്നുവോ? പെട്ടെന്നാരോ തോളിൽ സ്പർശിക്കുന്നതായിട്ട് തോന്നിയപ്പോൾ നീലാംബരി ഞെട്ടി തിരിഞ്ഞു നോക്കി. ചാരുകസേരയിൽ കണ്ട ചെറുപ്പക്കാരൻ. ശരീരത്തിൽ മാംസമില്ല, പക്ഷേ ആ ചുണ്ടുകൾ നെടുകെ കീറി വിറങ്ങലിച്ചിരിക്കുന്നു. തലനാരുകൾ പൊഴിഞ്ഞിരിക്കുന്നു. നീലാംബരി ഒന്ന് പരിഭ്രമിച്ചു പെൺകുട്ടിയെ നോക്കി. അവിടെ റാന്തൽ വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീലാംബരി ഭയക്കേണ്ട, ഇത് സർപ്പസത്രമാണ്. അലയുന്ന ആത്മാക്കളുടെ താവളം. ഞാൻ അതിൻ്റെ കാവൽക്കാരൻ ശരണൻ നമ്പൂതിരി. ഞാനിപ്പം മരിച്ചിട്ട് 150 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അമാവാസിയാണ്. ചെമ്പുള്ളി മനയിലെ മനയക്ഷിയെ പ്രാപിക്കാൻ ദുഷ്ടമാന്ത്രികനായ ദേവദത്തൻ പാലമരം മുറിച്ചു. മനയക്ഷി ഇവിടെ അഭയം തേടി. പ്രതികാരദാഹിയായി നിൽക്കുന്ന മനയക്ഷിക്ക് ചേക്കേറാൻ ഒരു ശരീരം വേണം. അതിന് ഉത്തമം നീലാംബരിയുടേതാണ്. അപകടം മണത്ത് പുറത്തേക്ക് ഓടാൻ തുനിഞ്ഞ നീലാംബരിയുടെ മുന്നിലെ വാതിലുകൾ അടഞ്ഞു. ശരണൻ നമ്പൂതിരി പൊട്ടിച്ചിരിച്ചു. നീലാംബരി, ദേ അകത്ത് നിലക്കണ്ണാടിയിലുള്ളിൽ അവൾ കാത്തിരിക്കുന്നു, ചെന്നോളൂ എന്ന് പറഞ്ഞ് ശരണൻ നമ്പൂതിരി ചുമന്ന മണ്ണായി പൊടിഞ്ഞു വീണൊരു സർപ്പമായി ഇഴഞ്ഞുപോയി. നീലാംബരിക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. കനത്ത ഇടിയും മഴയും തുടങ്ങി. നീലാംബരി ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. നിലക്കണ്ണാടിയിൽ അങ്ങനെ നിൽക്കുന്നു താൻ കണ്ട പെൺകുട്ടി. അവൾ നഗ്നയാണ്. ആ സ്ത്രീ സൗന്ദര്യത്തിന് മുൻപിൽ ഒന്ന് പരിഭ്രമിച്ചു നീലാംബരി. പുറത്തേക്ക് കിടക്കുന്ന വാതിൽ ആരോ വലിച്ചടച്ചതുപോലെ ശക്തിയായി അടഞ്ഞു. നിലക്കണ്ണാടിക്കുള്ളിലെ ചെമ്പുള്ളിയിലെ മനയക്ഷിയുടെ ചുണ്ടുകൾ ചലിച്ചു. നീലാംബരി, ഞാൻ നിന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുകയാണ്. പക്ഷേ ആർക്കും കണ്ടെത്താനാകില്ല. നീ എന്താണ് ചെയ്യുന്നതെന്ന് നീ പോലും അറിയില്ല. ചില രാത്രികളിൽ ഞാൻ നിന്നിലൂടെ ശക്തി പ്രാപിക്കും. പ്രതികാരദാഹിയായി ഞാൻ നിന്നിലുണ്ടാകും. റിവോൾവറിനുള്ളിലെ ബുള്ളറ്റുകൾ തീരും വരെ നീലാംബരി ആ നിലക്കണ്ണാടിയിലേക്ക് വെടിയുയർത്തു. മനയക്ഷി പൊട്ടിച്ചിരിച്ചു. പിന്നെ മെല്ലെ മങ്ങി മങ്ങി മറഞ്ഞു. ബുള്ളറ്റുകൾ തുളച്ചു കയറിയ നിലക്കണ്ണാടിയിലൂടെ കണ്ടു. തനിക്ക് പിന്നിലൂടെ തന്നിലേക്ക് പടർന്നു കയറുന്ന ആ സുന്ദരിയായ മനയക്ഷിയുടെ രൂപം. ശരീരം വിറച്ചു. കൃഷ്ണമണികളുടെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റു. അടഞ്ഞ വാതിലുകൾ തുറന്നു. പുറത്തേക്ക് തപ്പിത്തടഞ്ഞ് നീലാംബരി ഇറങ്ങി. സർപ്പസത്രത്തിൻ്റെ നനവുള്ള മണ്ണിൽ ബോധം നശിച്ച് കമിഴ്ന്നു വീണു നീലാംബരി. അപ്പം ഈ സ്റ്റോറിയുടെ 2ാം പാർട്ട് നാളെ പറയുന്നതായിരിക്കും. ടാറ്റാ.